ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ എന്നുള്ളതല്ലല്ലോ. തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് ഇത്തരത്തിൽ ഒരു പ്രീണന പ്രസ്താവന നടത്തുക, വൈകുന്നേരം ആകുമ്പം അത് തീർത്തും തെറ്റാണ് എന്ന് ആ പറഞ്ഞ ആളെ പോലും സത്യത്തിൽ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് മുഖ്യമന്ത്രി വിശദീകരിക്കുക. ഇത് രണ്ടും കൂടെ കൂട്ടി വായിച്ചാൽ കൃത്യമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പരാജയം അവർ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മലക്കം മറിച്ചിലുകളാണ് നടത്തിയത് എന്നുള്ളത് വ്യക്തമാണ്. സംശയം അവരെല്ലാ വിഷയത്തിലും ഇങ്ങനെ തന്നെയായിരുന്നു. ശബരിമല വിഷയം ഇതല്ലായിരുന്നോ? മുഖ്യമന്ത്രി എടുത്ത നിലപാടല്ലായിരുന്നോ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട്? കേരളം ചർച്ച ചെയ്ത അതല്ലേ? വിശ്വാസികളെ മുഴുവൻ, കേരളത്തിലെ ശബരിമല വിശ്വാസികളെ മുഴുവൻ അപമാനിച്ചുകൊണ്ട് സർക്കാരിനെ കൊണ്ട് ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടാൻ സർക്കാരിനെ കൊണ്ട് നടപടി എടുപ്പിച്ച സർക്കാരല്ലേ ഇത്? അപ്പം ഏത് വിഷയത്തിലും അവർക്ക് ജനങ്ങളുടെ മനസ്സിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്തിട്ടുള്ള വികാരങ്ങളല്ല, അതിനെതിരായിട്ടുള്ള വികാരങ്ങളാണ്. പക്ഷേ എല്ലാ കാലത്തും ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല, ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് അതാണ് അക്കാര്യത്തിലുള്ളത്. ഇത് കൃത്യമായിട്ടും അവർക്ക് തിരിച്ചടിയായിട്ട് മാറും. ഈ പ്രതികരണമേ, ഈ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കണം, 2 ദിവസം മുമ്പാണ് ഈ പ്രതികരണം നടത്തുന്നത്. ഇത് മുന്നിൽ കണ്ട് എന്തെങ്കിലും ഒരു ലാക്കാക്കിയുള്ള അങ്ങോട്ട് പറയുകയാണല്ലോ, തുറന്നു പറയുകയാണല്ലോ, സമീപകാലത്ത് നടത്താത്തത് പോലെ. അതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയം ഉള്ളതായിട്ട് കാണുന്നുണ്ട്, പ്രത്യേകിച്ച് RSSുമായിട്ട്? ഞാൻ അതല്ലേ പറഞ്ഞത്. ഇപ്പം അത് രാവിലെ പറയുകയും വൈകുന്നേരം ഇത് എന്തോ ഡാമേജ് ആയെന്ന് വെച്ച് ഡാമേജ് കൺട്രോളിൽ ഇറങ്ങുകയും ചെയ്തപ്പോൾ നീ അങ്ങനെ പറഞ്ഞോ, ഞാൻ ഇങ്ങനെ പറയാം. രണ്ടും വേണം. ഇത് ഇത്രയും ഈ രീതിയിലെ പറ്റിക്കാണോ വേണ്ട ജനങ്ങളെ? LDF കൺവീനർ പറയുന്നത് MP ഗോവിന്ദന്റെ പരാമർശത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് UDF വോട്ടാക്കാൻ നോക്കുന്നു. അതാ ഞാൻ ചോദിച്ചത്, ഗോവിന്ദൻ മാഷിന്റെ വായിലേക്ക് ഞങ്ങൾ കയറി ഇരുന്നിട്ട് പറഞ്ഞതാണോ എന്ന് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ്. ഗോവിന്ദൻ മാഷ് പറഞ്ഞത് പബ്ലിക് ഡൊമൈനിലില്ലേ? ആ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം നിഷേധിച്ചാലും പറഞ്ഞതല്ലായിട്ട് മാറുമോ? ഞങ്ങൾക്ക് വോട്ടാക്കാൻ ഇത്തരം വർഗീയ കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ചോദ്യം നേരത്തെ ചോദിച്ചതാണ്. ഇത്ര ഒരു മൃദുവായിട്ടുള്ള കാര്യം, പണ്ട് നടന്ന ഒരു ബാന്ധവത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് പാർട്ടി സെക്രട്ടറി എന്തിന് പ്രസ്താവന ഇറക്കി? അത് അന്വേഷിക്കേണ്ടത് CPMൽ ഏതെങ്കിലും മതേതര വിശ്വാസികളുണ്ടെങ്കിൽ അവരൊന്ന് അന്വേഷിക്കണം, ഉഴുന്നിറങ്ങി അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി ഇത് പറഞ്ഞതാണോ പറയിപ്പിച്ചതാണോ എന്നുള്ളത് വ്യക്തമാണ്. ഇതിൽ മുൻ കോൺഗ്രസ് പ്രധാനമന്ത്രിമാരെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയ പ്രതികരണം കൂടി കണ്ടിട്ടുണ്ടാവുമല്ലോ. ഏറ്റവും കൂടുതൽ RSSുമായി ബന്ധമുണ്ടാക്കിയതും അവർക്ക് സഹായം ചെയ്തു കൊടുത്തതും കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിമാരാണെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ മറ്റേ പുസ്തകം ഉയർത്തിക്കാട്ടി പറഞ്ഞത്. അല്ല, മുഖ്യമന്ത്രി ഏത് പുസ്തകം ഉയർത്തിക്കാട്ടിയോ? ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയട്ടെ. 5 ചോദ്യങ്ങളുണ്ട്. CPM RSSുമായിട്ട് യാതൊരു കാരണവശാലുള്ള ബന്ധവും ഉണ്ടാക്കിയിട്ടേ ഇല്ല നാളിതുവരെ. അദ്ദേഹം പറഞ്ഞത് RSS ഉണ്ടായ കാലം തൊട്ട് ഇന്ന് വരെ ഒരു ബന്ധം ഉണ്ടാക്കിയിട്ടില്ല. അതിന് 5ഓ 6ഓ ഇൻസ്റ്റൻസ് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി മറുപടി പറയട്ടെ. കോൺഗ്രസിനെ ഒരു കാലത്തും ദേശീയ തലത്തിൽ ഞങ്ങൾ പോരാടുന്നത് BJPക്കെതിരായിട്ടും സംഘപരിവാറിനെതിരായിട്ടും RSS ഉൾപ്പെടുന്ന സിസ്റ്റത്തിനും എതിരായിട്ടാണ്. കോൺഗ്രസ് ഒരു കാലത്തും അതിൽ വെള്ളം ചേർത്തിട്ടില്ല. ഇനി എത്ര വിചാരിച്ചാലും അത് ചേർക്കാനും കഴിയും. ഇപ്പോൾ ദേശീയപാത വിഷയത്തിലെ പ്രത്യേകിച്ച് ഇന്ന് ഈ അദാനി ഏറ്റെടുത്ത ആ കരാർ, സബ് കോൺട്രാക്ട് കൊടുത്ത വിഷയം, അത് ആ കോൺട്രാക്ട് കിട്ടിയ കമ്പനി അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റു വിഷയങ്ങളൊക്കെ തന്നെ ദേശീയപാത അതോറിറ്റിയോടക്കം ആ വിഷയങ്ങൾ മറച്ചു വെച്ചിരിക്കുകയാണ്. ഈ PSCനകത്ത് അല്ല, ഞാൻ PSCയുടെ കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് എല്ലാം ഇപ്പോൾ തുറന്നു പറയാൻ പറ്റില്ല. അതിൻ്റെ അന്തിമ റിപ്പോർട്ടാകുമ്പോൾ അക്കാര്യങ്ങൾ നിങ്ങളും വിളിച്ചിരുത്തി പറയും. പക്ഷേ ഞാനും മനസ്സിലാക്കുന്നത് ഒരുപാട് ദുരൂഹതകൾ ഇന്നത്തെ കോൺട്രാക്റ്റിംഗ് ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ക്രമക്കേടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ദേശീയപാതയുമായി ബന്ധപ്പെട്ട്. ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നിടത്തെല്ലാം വ്യാപകമായ ക്രമക്കേടുകളും അതനുസരിച്ചുള്ള നിർമ്മാണ പിഴവുകളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ഗൗരവതരമായിട്ട് കാര്യമായിട്ടാണ് നമുക്കെല്ലാം തോന്നുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അരൂർ മുതൽ നിങ്ങൾ ആലപ്പുഴ വരെ യാത്ര ചെയ്താൽ അരൂരിൽ നിന്ന് ടോൾ കൊടുക്കണം. ആ റോഡിലൂടെ യാത്ര ചെയ്യാൻ
എന്ത് പ്രയാസം. റോഡെന്ന് പറയുന്നത് റോഡെന്ന് സാങ്കല്പികമാണ്. സർവീസ് റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. മെയിൻ റോഡിലൂടെ യാത്ര ചെയ്യാനും പറ്റില്ല. പിന്നെ ടോൾ വാങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ ഇന്നലെ പിന്നെ മന്ത്രിക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. പാലിയേക്കര ടോളിനെ കുറിച്ച് ഹൈക്കോടതി വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട്. 4 മണിക്കൂറാണ് അവിടെയൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബ്ലോക്ക് ഉണ്ടായത്. 4 മണിക്കൂർ. ഇപ്പോൾ കേരളത്തിലെ ദേശീയപാതയിൽ ടോൾ ഉണ്ടാക്കുന്നത് എന്തിനാണ്? ടോൾ എന്തിനു വേണ്ടിയിട്ടാണ് ടോൾ ഏർപ്പെടുത്തത്? ഏറ്റവും സുഗമമായി യാത്ര ചെയ്യുന്ന യാത്രക്കാർ ഈ നിർമ്മാണ ചെലവിൻ്റെ ഒരു അംശം കൊടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ടോൾ ഉണ്ടാക്കിയത്. നല്ല കാര്യം. പക്ഷേ ഇപ്പം യാത്ര ചെയ്യാൻ പറ്റാത്ത റോഡുകളിൽ എങ്ങനെ ടോൾ പിരിക്കും? എന്ത് ന്യായീകരണമുള്ളത്? അതുപോലെ ഈ കമ്പനികളെല്ലാം ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തി എന്നാണ് പറയുന്നത്. 2 വർഷത്തേക്ക് ഡീബാർ ചെയ്തു എന്നാണ്. 2 വർഷത്തേക്ക് ഡീബാർ ചെയ്താൽ തീരുമോ? ഇത്രയും വില കൊള്ള നടത്തുന്ന ആളുകൾ 2 വർഷത്തേക്ക് ഡീബാർ ചെയ്ത് 2 വർഷം കഴിഞ്ഞ് വീണ്ടും പൂർവാധിക ശക്തിയോടെ അവർക്ക് വരാൻ അവസരം കൊടുത്തിരുമോ? ഇതിൽ ക്രിമിനൽ കുറ്റമല്ലേ ചെയ്തിരിക്കുന്നത്? ഈ കരാറുകാർ ചെയ്തിരിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ കോൺട്രാക്ട് എടുത്ത് സബ് കോൺട്രാക്ട് കൊടുത്ത്, അതും വളരെ തുച്ഛമായ തുകയ്ക്ക് സബ് കോൺട്രാക്ട് കൊടുത്തിട്ട് ആ സബ് കോൺട്രാക്ട് കൊടുത്തത് പരസ്യമായിട്ട് റിവീൽ ചെയ്യാൻ പോലും തയ്യാറാവാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനകത്ത് നടന്നിരിക്കുന്നത് നിഷ്പക്ഷമായിട്ടുള്ള ഒരു ശക്തമായ അന്വേഷണത്തിൽ അത് പുറത്ത് വരുള്ളൂ എന്നുള്ള ഒരു സംശയം വേണ്ട. ഇന്നലെ ഒരു 3000 രൂപയുടെ പാസ് ചെയ്യുന്ന നിതിൻ ഗഡ്കരി പറയുന്നുണ്ട്, ഒരു ആനുവൽ ഫാസ്ടാഗ് പാസ്. അത് സ്വകാര്യ അത് കമ്മിറ്റി മുമ്പാകെ അവർ പറഞ്ഞതാണ്. അത് ഞങ്ങൾ ഒരു വർഷത്തേക്ക് 3000 രൂപ വെച്ചിട്ട് ഒരു നിശ്ചിത കിലോമീറ്ററുകൾ യാത്ര ചെയ്യാനുള്ള ഒരു ടോൾ പാസ്, നാഷണൽ ടോൾ പാസ് കൊടുക്കുമെന്നുള്ളത്. ഇപ്പോൾ ഇലക്ഷൻ അവിടെ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഒരു കിട്ടുന്ന ഒരു ഇൻപുട്ട്? അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മുഖ്യമന്ത്രിയുടെ വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിലൂടെ അത് വ്യക്തമല്ലേ? UDF ജയിക്കുമെന്നുള്ളത് ഉറപ്പായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. UDF നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. അവിടെ ഹരിയാണ ഷൗക്കത്ത് 15,000 ഭൂരിപക്ഷമാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് കുഞ്ഞാലിക്കുട്ടിയൊക്കെ പറയുന്നത്. ആ ഒരു കണക്ക് തന്നെയാണോ ഉള്ളത്? 15,000-ൽ കുറയാത്ത ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പറയുന്നത്. അതിൽ കൂടിയാലും അല്പരപ്പെടേണ്ട. ഞാൻ ഭൂരിപക്ഷത്തിൻ്റെ കണക്ക് എപ്പോഴും പറയാറില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അന്തസ്സുള്ളൊരു ഭൂരിപക്ഷത്തോടുകൂടി UDF സ്ഥാനാർത്ഥി ജയിക്കും. അതാണ്.